നിങ്ങളുടെ തന്നെ ഇച്ഛകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോഴാണ് കുത്തഴിഞ്ഞ ലിബറൽ ജീവിത വിപത്ത് നിങ്ങളിൽ ആധിപത്യം നേടുന്നത്. എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൻ്റെ അധികാരം എനിക്ക് എന്ന ചിന്താഗതിയാണല്ലോ യഥാർത്ഥത്തിൽ ജനറൽ ന്യൂട്രൽ ആശയങ്ങളും ജനറൽ പൊളിറ്റിക്സും അടക്കമുള്ള ആശയങ്ങളെ തൻ്റെ ജീവിതത്തിൽ ആധിപത്യം നേടാൻ പര്യാപ്തമാക്കുന്നത്. അവിടെ പറയുന്നു, നീ സൃഷ്ടാവിൻ്റെതാണ്, നിന്റെ അധികാരവും അധികാരമില്ലായ്മയും നിന്റെ ചോയ്സും ചോയ്സില്ലായ്മയും തീരുമാനിക്കാനുള്ള സാക്ഷാൽ അധികാരം ജഗന്നിയന്താവിനാണ് എന്ന ഒരു കാതലായ പ്രമേയം മനുഷ്യന്റെ മുന്നിൽ വെക്കുമ്പോഴാണ് സദാചാരബന്ധിതമായ ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ ആഴമുള്ള ഒരു പ്രത്യയശാസ്ത്ര വാചകവും മുദ്രാവാക്യവും സമ്പൂർണമായ വിമോചനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത്. കാരണം ഇസ്ലാം സമ്പൂർണവും സമഗ്രവും കാലിക പ്രസക്തവുമാണ്. മനുഷ്യൻ്റെ നീതിയെക്കുറിച്ച് സമ്പൂർണമായി സംസാരിക്കാൻ സാധിച്ച ഒരു ദർശനമേ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണ്. മനുഷ്യൻ്റെ വിമോചനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കാൻ പല ദർശനങ്ങളും ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്, പല ചിന്താഗതികൾ ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്, പല ആശയങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അൽപായുസ് മാത്രമാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ ഭാഗികമായ പ്രശ്നങ്ങളെക്കുറിച്ചും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഉണ്ടായതിനേക്കാൾ വേഗത്തിൽ അത് തകർന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇസ്ലാം എന്തുകൊണ്ടാണ് സമ്പൂർണവും സമഗ്രവുമായത്? സമ്പൂർണ്ണ വിമോചനം ഇസ്ലാമിന് വാഗ്ദാനം ചെയ്യാൻ സാധിച്ചത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അടിസ്ഥാനം ഇസ്ലാം ദൈവികമാണ് എന്നതാണ്. ഇസ്ലാം മനുഷ്യനുണ്ടാക്കിയ ഒരു ആദർശമോ മനുഷ്യരുടെ ചിന്തകളിലും ഭാവനകളിലും ന്യൂനതകളിലും പരിമിതികളിലും വിരിഞ്ഞ ഒരു ഭാവനയോ ദർശനമോ അല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അടിസ്ഥാനമായി ലോകത്തിന് അല്ലാഹ് നൽകിയ ഒരു ആദർശവും പ്രത്യയശാസ്ത്രവുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും സസ്യലതാദികൾക്കും കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾക്കും കാണാത്ത സൂക്ഷ്മമായ വസ്തുക്കൾക്കും ഭൂമിയേക്കാൾ അനേകമിരട്ടി വലിപ്പമുള്ള സംവിധാനങ്ങൾക്കുമെല്ലാം പ്രപഞ്ചത്തിലൊരു ട്രാക്ക് ഉണ്ടാക്കി സംവിധാനിച്ച് അതിൻ്റെ എല്ലാ സഞ്ചാര പഥങ്ങളെ നിയന്ത്രിക്കുന്ന ആവാസ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്ന ജഗന്നിയന്താവിൻ്റെ വ്യവസ്ഥയാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന് തൃപ്തിപ്പെട്ട ഇസ്ലാം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, തൃപ്തിപ്പെട്ട ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പ്രവാചക തിരുമേനി നമ്മോട് രാവിലെയും വൈകുന്നേരം ചെല്ലാൻ പഠിപ്പിച്ച ദിക്റുകളുടെ കൂട്ടത്തിലൊരു ദിക്റാണ് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്ന് പറയുന്നത്, ഇസ്ലാമിനെ ദീനായി വിശ്വസിക്കുക മാത്രമല്ല, ഇസ്ലാമിനെ മതമായി ആദർശമായി പ്രത്യയശാസ്ത്രമായി വിശ്വസിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നൊരവസ്ഥ. കാരണം ജഗന്യന്താവി പ്രപഞ്ചത്തിന് തൃപ്തിപ്പെട്ട ഒരേ ഒരു വ്യവസ്ഥയാണ് റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തോടൊരു മനുഷ്യൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എങ്ങനെയാണോ മുസ്ലിങ്ങളായി അനുസരിച്ച് ജീവിക്കുന്നത്, ആ അനുസരണത്തിന് വിധേയമാകാൻ മാത്രമാണ് ജഗന്നിയന്താവ് മനുഷ്യനോട് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, സൃഷ്ടിക്കുക മാത്രമല്ല ലറസഖക്കും, നിങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഭൂമിയിൽ ഒരുക്കി വെച്ചു വന്നതാണ്. സൃഷ്ടിച്ചിട്ട് എങ്ങനെങ്കിലും ജീവിച്ചോ എന്നതല്ല അള്ളാഹുവിൻ്റെ നയമെന്ന് പറയുന്നത്. ഓരോ സൃഷ്ടിക്കും ആവശ്യമായ സംവിധാനങ്ങൾ ഭൂമിയിൽ ഒരുക്കി വെച്ച് ആ സംവിധാനങ്ങൾ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ച ജഗന്നിയന്താവ് ലറസഖക്കും എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അപ്പം ഇങ്ങനെ പ്രപഞ്ചത്തെയും മനുഷ്യ സംവിധാനങ്ങളെയും പ്രപഞ്ചത്തിലെ സൂക്ഷ്മ സംവിധാനങ്ങളെയും ഭൂമിയേക്കാൾ അനേകമിരട്ടി വലിപ്പമുള്ള ഗ്രഹങ്ങളെയും എല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് അതിൻ്റെ എല്ലാ സഞ്ചാര പഥങ്ങളെ കൃത്യപ്പെടുത്തി
അവർക്ക് സ്വയം ഇച്ഛയും ഇഷ്ടവും അനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ ക്രമീകരിച്ച അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ധാർമ്മികമായ യോഗ്യത ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യന്റെ ആത്മാവിനെയും മനുഷ്യന്റെ ശരീരത്തെയും അത് സമ്പൂർണ്ണമായി പരിഗണിച്ചു വന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന് നിർഭയത്വം പ്രദാനം ചെയ്യാൻ, മനുഷ്യന് വിമോചനം പ്രദാനം ചെയ്യാൻ, മനുഷ്യനെ സകല കെട്ടുപാടുകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിധേയത്വത്തിൽ നിന്നും സൃഷ്ടാവിൻ്റെ മാത്രം അടിമത്തത്തിലേക്കും വിധേയത്വത്തിലേക്കും മനുഷ്യനെ ക്രമീകരിക്കാൻ, ചുറ്റുപാടുകളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സാക്ഷാൽ വിമോചനം അവന് സാധ്യമാക്കാൻ അള്ളാഹുവിൻ്റെ ഈ ആദർശത്തിന് മാത്രമാണ് കഴിയുക. ചരിത്രം അങ്ങനെയാണ്. ഇതൊരു യഥാർത്ഥത്തിലുള്ള അവകാശവാദം മാത്രമല്ല, ഇത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അനേകം മനുഷ്യരെ ചേർത്ത് പിടിച്ച് ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാം മുതൽ ആരംഭിച്ച ഒരു പ്രയാണമുണ്ട്. ആ പ്രയാണത്തിൽ മർദ്ദിതരും ദുർബലരുമായ ജനവിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ വിമോചനത്തിന് സാക്ഷാൽ ഉതകുന്ന ഒരു ജീവിത വ്യവസ്ഥയായി ലോകത്ത് അള്ളാഹ് പരിചയപ്പെടുത്തിയത് ഇസ്ലാമിനെയാണ്. നൂഹ് അലൈഹിസ്സലാം, ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ അടങ്ങിയ പ്രവാചകന്മാരുടെ ശൃംഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ വിമോചനത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചതാണ്. ദുർബലന വിമോചനത്തെക്കുറിച്ച്, നീതി നിഷേധിക്കപ്പെട്ടവന് നീതിയെക്കുറിച്ച്, മനുഷ്യൻ എന്ന പരിഗണന അർഹിക്കാത്ത മുഴുവൻ ആളുകൾക്കും മനുഷ്യത്വം എന്ന പരിഗണന ലോകത്ത് സംവിധാനിച്ച് മനുഷ്യത്വത്തിന്റെ സാഹോദര്യ ബോധത്തെ ലോകത്ത് ഉദ്ഘോഷിച്ച ആശയമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന ആശയം ഇതൊരു അവകാശവാദം മാത്രമല്ല, ചരിത്ര യാഥാർത്ഥ്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അവിടുത്തെ നിലപാടുകളെയും അവരുടെ ജീവിത ചരിത്രത്തെയും എടുത്തു പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ ഈ ഭവനത്തെ ഒരു നിർഭയമായ ഭവനമാക്കണമെന്നാണ്. ബലദൻ ആമിനൻ എന്നതാണ് സെക്യൂരിറ്റിയുള്ള നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കണമെന്നാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, ഇവിടുത്തെ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, യുവാക്കൾക്ക്, എല്ലാ വിഭാഗം മനുഷ്യർക്കും, ഇവിടുത്തെ താഴ്ന്നവനും ഉയർന്നവനുമായ ജനവിഭാഗങ്ങൾക്കും നിർഭയത്വം ഉണ്ടാവുക എന്നതാണ്. നിർഭയത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വാഗ്ദാനം ചെയ്യാൻ കഴിയുകയും അതിന് അനുസരിച്ചുള്ള ക്രമീകരണം ലോകത്ത് ഉണ്ടാക്കാൻ പണിയെടുക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ മൗലികമായ ധർമ്മമാണ്. അതുകൊണ്ടാണ് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നിർഭയത്വമുള്ള ഒരു രാജ്യം ഉണ്ടാക്കുന്നത്. നിർഭയത്വമുള്ള ഒരു രാജ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ സാക്ഷാത്കാരമാണ് പ്രവാചക തിരുമേനി മദീന മുനവ്വറയിൽ സാക്ഷാത്കരിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു അറബി പ്രവാചകന്റെ പലായനം നടക്കുന്ന സന്ദർഭത്തിൽ ഹിജ്റയുടെ വഴിമധ്യേ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ ഒരുങ്ങുകയാണ്. എന്തിനാണ് എന്നെ പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിന്നോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല, പക്ഷേ 100 ഒട്ടകം കിട്ടുന്ന കേസാണ്. അതുകൊണ്ട് ആ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നിന്നെ ഒറ്റിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഒഴിവാക്കി ഈ സമ്പത്ത് ഒറ്റക്ക് കരസ്ഥമാക്കാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളയെ പിടിച്ചു കൊടുക്കാൻ സുറാഖത്ത് ബിൻ മാലിക് പ്രവാചകന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സമ്പത്തിനോടുള്ള ആർത്തിയും സമ്പത്തിനോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ താല്പര്യവും മനസ്സിലാക്കി പ്രവാചകൻ അദ്ദേഹത്തിന് വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. നീ പേർഷ്യ രാജാവിന്റെ കയ്യിലുള്ള സ്വർണ്ണവളകൾ കണ്ടിട്ടുണ്ടോ സുറാഖ എന്നാണ് പ്രവാചക തിരുമേനി ചോദിക്കുന്നത്. കാരണം പേർഷ്യ രാജാവിന്റെ കൊട്ടാരത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അടിമയെ തൊട്ടാൽ ജീവിതത്തിന്റെ ഉദ്ദേശം സഫലമായി എന്ന് വിശ്വസിക്കുന്നവരാണ് അറബികൾ. ആ അറബിയിൽപ്പെട്ട ഒരു അറബിയാണ് സുറാഖ. ആ സുറാഖയോട് നബി പറയുന്നത്, പേർഷ്യ രാജാവിന്റെ കയ്യിലുള്ള സ്വർണ്ണവളകൾ നീ കണ്ടിട്ടുണ്ടോ എന്നാണ്. ഉണ്ട് പ്രവാചകരെ, ആ സ്വർണ്ണവളകൾ നിന്റെ കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. അപ്പൊ സുറാഖക്ക് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ അധികാരം പ്രവാചകൻ വാഗ്ദാനം നൽകുകയാണ്. ഖന്തക്കിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി തന്റെ സഹപ്രവർത്തകരുടെ കൂടെ കിടങ്ങു കുഴിക്കുമ്പോ ഒരു പാറക്കല്ല് മുറിക്കാൻ പ്രവാചകന്റെ അടുത്ത് അനുയായികൾ വരുന്ന ഒരു രംഗമുണ്ട് ഖന്തക്കിന്റെ ചരിത്രത്തിൽ. ആ സന്ദർഭത്തിൽ അവരുടെ ആയുധമെടുത്ത് പാറ വെട്ടുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നത്, എൻ്റെ മുന്നിൽ റോമയുടെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെട്ടു എന്നാണ്. എൻ്റെ മുന്നിൽ രണ്ടാമത്തെ വെട്ടുമ്പോൾ നബി തിരുമേനി പറയുന്നത്, പേർഷ്യ എൻ്റെ മുന്നിൽ മലർക്ക തുറന്നുവെന്നാണ്. മൂന്നാമത്തെ വെട്ടുമ്പോൾ പ്രവാചക തിരുമേനി പറയുന്നത്, യമനിന്റെ വാതിലുകൾ എൻ്റെ മുന്നിൽ തുറന്നുവെന്നാണ്.
അപ്പൊ ലോകത്തന്ന് 3 അധികാര വിപത്തയുടെ പതനം പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ്. റബ്ബിജഅൽ ഹാദൽ ബലദ ആമിനൻ വജനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ലോകത്ത് ശാശ്വതമായ മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുവാൻ, നീതിയെക്കുറിച്ച് മനുഷ്യനോട് അങ്ങേയറ്റം സംസാരിക്കുവാൻ, നീതി എന്ന് പറയുന്ന മൂല്യത്തെ വിട്ടുവീഴ്ചയില്ലാത്ത ലോകത്തിന്റെ ദർശനമായി സമ്മാനിച്ച ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനോട് എതിർ നിൽക്കുന്ന, ഇസ്ലാമിനെ അഭിമുഖീകരിക്കുന്ന ലോകത്തെ ഏത് പ്രത്യയശാസ്ത്രങ്ങളെയും മുഖാമുഖം നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും, സാധിക്കും. അവരുടെ പക്കലുള്ള നീതിയുടെ ദർശനം എന്താണ്? അവരുടെ പക്കലുള്ള വിമോചനത്തിന്റെ ദർശനം എന്താണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് ലോകത്തെ മനുഷ്യരെ സംഘടിപ്പിച്ച് അങ്ങനെ ആ മനുഷ്യരെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി സംഘടിക്കുകയും അവർ തങ്ങളുടെ മോചനം സാധ്യമാവുമെന്ന് സ്വപ്നവും കിനാവും കണ്ട് ഈ മുദ്രാവാക്യത്തിന്റെ മുന്നിൽ സംഘടിച്ചവർക്ക് ഒടുവിൽ സ്വന്തം മാനം വിറ്റ് അന്നം തേടേണ്ട അവസ്ഥ ഉണ്ടാക്കിയതിന്റെ പേരാണ് സാക്ഷാൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിന്റെ അടിപതർന്ന രംഗം മോസ്കോയിൽ നമ്മൾ കണ്ടതാണ്. സ്വാതന്ത്ര്യം തരൂ, സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് സർവമായ സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പാർപ്പിടം തരാം, നിങ്ങൾക്ക് റൊട്ടി തരാം, നിങ്ങൾക്ക് പത്രം തരാം, ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ചൈനയിൽ അതെല്ലാം നിഷേധിക്കപ്പെട്ട സമയത്ത് ടിയാൻമൻ സ്ക്വയറിൽ വിദ്യാർത്ഥികൾ സംഘടിക്കുകയാണ്, പ്രതിഷേധം നടത്തുകയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് പാർപ്പിടം തന്നില്ല, വസ്ത്രം തന്നില്ല, ഞങ്ങൾക്ക് റൊട്ടി തന്നില്ല, ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെന്ന് മാത്രമല്ല പാർപ്പിടം തരൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തന്നില്ല എന്ന ഒരു അവസ്ഥയാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. ചരിത്രം നമുക്കറിയാം. അതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് എന്ത് സമീപനമാണ് അവർ സ്വീകരിച്ചതെന്ന് ചരിത്രം സാക്ഷിയാണ്. സോവിയറ്റ് യൂണിയന്റെ നടുത്തളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മക്ക എന്ന് വിശേഷിക്കുന്ന മോസ്കോയിൽ സഖാവ് ലെനിന്റെ പ്രതിമ തച്ചുടച്ചുകൊണ്ട് സ്വാതന്ത്ര്യം സിന്ദാബാദ് എന്ന് വിളിച്ചവർ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യത്തിൽ മധുര മനോഹരമായ ഭാവന സ്വപ്നം കണ്ട് അണിനിരുന്നവരായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെയും മനുഷ്യന്റെ ഭൗതിക ചോദനകളെയും പരിശോധിച്ചുകൊണ്ട് അവന്റെ എല്ലാ പ്രേരകങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചും അതിനെ തുറന്നുവിടാൻ തന്നെ തുറന്നുവിട്ടും മനുഷ്യനെ മനുഷ്യനായി സമ്പൂർണ്ണ മനുഷ്യത്വത്തെ വകവെച്ചു കൊടുത്ത ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തോടും ഇന്ത്യയോടും വിമോചനത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഏത് വിമോചനമാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് അത് കാലിൽ ചങ്ങലകൾ വരിഞ്ഞു മുറുക്കി ചാട്ടവാറ് കൊണ്ട് ആഞ്ഞാഞ്ഞ് പ്രഹരിക്കുന്ന സമയത്ത് അഹദ് അഹദ് എന്ന മുദ്രാവാക്യം വിളിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് പറയുന്നത് നബി തിരുമേനി, യാ ബിലാൽ അഹദുൻ യുൻജീക്, നിന്നെ അഹദ് രക്ഷപ്പെടുത്തുമെന്നാണ്, നിന്നെ അഹദ് രക്ഷിക്കുമെന്നാണ്. അങ്ങനെ അഹദ് രക്ഷപ്പെടുത്തിയതാണ്. കഅബയുടെ മുകളിൽ കയറി ആ മക്കയുടെ വിമോചനം സർവാത്മന പ്രഖ്യാപിക്കുവാൻ പ്രവാചകൻ തെരഞ്ഞെടുത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹദ്റത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഖബ്ബാബിന്റെ കഥ നേരത്തെ ഇവിടെ വിവരിച്ചതാണ്. അങ്ങനെ അനേകം മനുഷ്യരെ ചരിത്രത്തിൽ ചേർത്തുപിടിച്ച് ആ മനുഷ്യരുടെ കൂടെ നിന്ന് ആ മനുഷ്യരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കി ആ മനുഷ്യന്റെ ആത്മാവിനെ പരിഗണിച്ച് ആ മനുഷ്യന്റെ അഭിമാനത്തോട് ആ മനുഷ്യന്റെ ആത്മാഭിമാന ബോധത്തെ ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി അനേകം മനുഷ്യരുടെ ഭൗതിക വിമോചനം ലോകത്ത് സാക്ഷാത്കരിച്ചത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ ഇല്ലാതെ പോയത്, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ ഇല്ലാതെ പോയത്? ഞങ്ങളുടെ സാക്ഷാൽ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഈ ഭൗതിക വൈത്താരികൾക്ക് സാധ്യമല്ലെന്ന് മനസ്സിലാക്കി പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഇസ്ലാമിനെ പുലർന്ന ആഫ്രിക്കൻ ജനതയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിമോചനത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാം എന്ന ആദർശത്തെ മാറ്റി നിർത്തി ചരിത്രത്തെ എഴുതാൻ നമുക്ക് കഴിയില്ല എന്നിടത്തു നിന്നാണ് ഇസ്ലാമിന്റെ വിമോചന പരതയെ കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക്, വിദ്യാർത്ഥി ഇടങ്ങളിലേക്ക്, വിദ്യാർത്ഥി കൂട്ടായ്മകളിലേക്ക്, സംഘങ്ങളിലേക്ക്, ചെറുപ്പക്കാരന്റെ ആദർശബോധത്തിലേക്ക് അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ മുഖാമുഖം അഭിമുഖീകരിക്കാൻ ശേഷിയുണ്ടാവുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസാരിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ വിമോചനമാണ്, ഭൗതികവും ആത്മീയവുമായ വിമോചനമാണ്. ക്യാമ്പസുകളുടെ പളപളപ്പിൽ, അതിന്റെ പുറംപകട്ടിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഏത് മുദ്രാവാക്യത്തിന്റെ കീഴിലാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഉദാര ലൈംഗികതയുടെ മുദ്രാവാക്യങ്ങളാണ് SFI എന്നുപോലെ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസം പോലും
പോലും യഥാർത്ഥത്തിൽ 934 സാക്ഷാൽ സോവിയറ്റ് യൂണിയന്റെ സെൻട്രൽ കമ്മിറ്റി പ്രമേയം ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. സ്വവർഗാനുരാഗികൾ വർഗശത്രുക്കളാണെന്നതാണ്. ഇന്ന് അത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ സ്വവർഗാനുരാഗം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിനെയും 6-ാം നൂറ്റാണ്ടിനെയും കുറിച്ച് അവർ സംസാരിക്കുന്നവരാണ്. 7-ാം നൂറ്റാണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹദറത്ത് മുഹമ്മദ് മുസ്തഫ ചുട്ടുപൊള്ളുന്ന ഒരു നാഗരികതയുടെ നടുത്തളത്തിൽ ഇറങ്ങി മനുഷ്യത്വത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വിമോചന സങ്കല്പത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിച്ചതിനെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി പറഞ്ഞ നിലപാട് തിരുത്തേണ്ടതില്ലാത്ത, ഒരിക്കലും യൂട്ടേൺ അടിക്കേണ്ടതില്ലാത്ത ഒരു നിലപാടിന്റെ പേരാണ് 7-ാം നൂറ്റാണ്ടും 6-ാം നൂറ്റാണ്ടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ ലോകത്ത് വിമോചനത്തിന്റെ സ്വപ്നം ലോകത്ത് പടർന്നു പന്തലിച്ച അതിന്റെ വസന്തത്തിന് വിത്തുപാകിയത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്ന നീതിയുടെ പ്രത്യയശാസ്ത്രം, വിമോചനത്തിന്റെ ആദർശത്തെ നമ്മൾ ലോകത്തിന് വളരെ വിസ്തരിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഴുവൻ മനുഷ്യരുടെയും വിമോചനമാണ്, മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന സാഹോദര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇവിടെ ജാതിയുടെ പേരിൽ ഉച്ചനീചത്വങ്ങൾ എമ്പാടുമുള്ള, അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാരന്റെ മുന്നിലേക്ക് വരാൻ താഴ്ന്ന ജാതിക്കാരന് നിശ്ചിത ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ഇവിടത്തെ കേരളത്തിൽ കുഞ്ഞിരാം എന്ന് പറയുന്ന ഒരു ദളിതനായ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? ഉപ്പ് എന്ന് പറഞ്ഞതിനാണ്. ഉപ്പിന് പുളിക്കുന്നതെന്ന് പറയേണ്ടതിന് പകരം താഴ്ന്ന ജാതിക്കാരൻ ഉപ്പ് വേണമെന്ന് കടയിൽ പോയി ചോദിച്ചതിന്റെ പേരിൽ കത്തിക്കിരയായ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തെ കുറിച്ചാണ് ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഇങ്ങനെയുള്ള ജാതി ഉച്ചനീചത്വങ്ങൾ ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടികുത്തി വാണിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് എന്ന വിശുദ്ധമായ ഒരു മുദ്രാവാക്യമുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചത് എവിടെ വെച്ചാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. മനുഷ്യന്റെ ജീവൻ ഒരു പവിത്രതയും കൽപ്പിക്കാത്ത, മനുഷ്യൻ എന്ന കാറ്റഗറി പോലും ഇല്ലാത്ത, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മനുഷ്യനായി വിളിച്ചത് അള്ളാഹുവിന്റെ ദൈവികമായ പ്രത്യയശാസ്ത്രമാണ്. മറ്റുള്ളവർ തൊഴിലാളികളെ വിളിച്ചവരാണ്, മുതലാളിമാരെ വിളിച്ചവരാണ്. അതുപോലെ തന്നെ അറബ് ഗോത്രത്തിൽപ്പെട്ടവരെ മാത്രമാണ് മനുഷ്യരായി പരിഗണിച്ചിരുന്നത്. മറ്റുള്ള ഗോത്രത്തിലുള്ള ആളുകളുടെ ജീവനൊരു വിലയും അവർ കൽപ്പിച്ചിരുന്നില്ല. അവിടെ ഇറങ്ങി മനുഷ്യന്റെ ജീവന്റെ പവിത്രതയെക്കുറിച്ച്, അവന്റെ അഭിമാനത്തെക്കുറിച്ച്, അവന്റെ അന്തസ്സിനെ കുറിച്ച്, അവന്റെ സമ്പത്തിനെ കുറിച്ച്, അവന്റെ ബോധങ്ങളെ കുറിച്ച് വിസ്തരിച്ച് സംസാരിച്ച ലോകത്ത് ഒരൊറ്റ ദർശനമേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ സംസാരിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ അവർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തീവ്രവാദികളും ഭീകരവാദികളും എന്ന വിളി അവർ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇന്ന് ഒറ്റ മരുന്നാണ്, ഒറ്റ പ്രതിരോധമാണ് കേരളത്തിലുള്ളത്. അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്നൊരു ആഖ്യാനം നൽകി കഴിഞ്ഞാൽ പിന്നീട് ആ സമരത്തെയും സമരത്തിൽ ഉയരേണ്ട മുദ്രാവാക്യങ്ങളെയും അതിലുയരേണ്ട ആശയങ്ങളെയും ഒരിക്കലും പരിഗണിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ മാസ്റ്റർ ബിരുദങ്ങൾ നേടിയ സൈദ്ധാന്തിക പട്ടങ്ങളും അതുപോലെ തന്നെ എല്ലാം ലഭ്യമായ ആളുകളാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറിയായി നിലനിന്നുകൊണ്ടിരിക്കുന്നത്. കടങ്കഥ പോലെ തീവ്രവാദത്തിന്റെ ആഖ്യാനങ്ങളെ കുറിച്ച് പറയുകയും ആ തീവ്രവാദ ആഖ്യാനങ്ങൾക്ക് സൈദ്ധാന്തിക മേൽപ്പടി ചാർത്തുകയും ആ സൈദ്ധാന്തിക മേൽപ്പടിയിൽ സംഘപരിവാറിന് ദാസ്യപ്പണി ചെയ്യുകയും ആ ദാസ്യപ്പണി ചെയ്യുന്നതിന്റെ മിച്ചമൂല്യമായി കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പിന്റെ അധികാരം നിലനിർത്താൻ ജനകീയ സമരങ്ങളെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഇന്ന് CPIM എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥം നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. ജനകീയ സമരങ്ങൾ എന്നു മുതലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് രാജ്യദ്രോഹമായത്, തീവ്രവാദമായത്, ഭീകരവാദമായത്? മതത്തിന്റെ ആളുകൾ ഉയർത്തുന്നത് കൊണ്ടാണോ? അങ്ങനെയാണ് സഖാവ് AKG അമരാവതി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കൂടെ. AKGയെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുമോ? ഇല്ല. കാരണം അത് ജനകീയ പ്രശ്നമാണ്. ജനകീയ പ്രശ്നങ്ങളെയും ജനകീയ മുദ്രാവാക്യങ്ങളെയും നിവർന്നു നിന്ന് അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാത്തവൻ ഒന്നാമത് വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പേരാണ് തീവ്രവാദവും വർഗീയവാദവും എന്ന് പറയുന്നത്. അതിന് സൈദ്ധാന്തിക ടിപ്പ്
കൂലിപ്പണി നൽകാൻ ഏറ്റവും അനുയോജ്യമായ ആളുകളെ നമ്മൾ പാർട്ടിയുടെ സമുന്നത തലങ്ങളിൽ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ മുദ്രാവാക്യം വിമോചനത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ SFIയും ഇതേ വ്യാഖ്യാനവുമായി വരികയാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ യഥാർത്ഥത്തിൽ അവർ ഭീകരവാദികളാണ്. സദാചാരത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രാകൃതരും 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും വക്താക്കളാണ്. അതുപോലെ തന്നെ ധർമ്മത്തെയും നീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തീവ്രവാദികളും ഭീകരവാദികളുമായി മാറുകയാണ്. ആശയത്തെ ആശയം കൊണ്ട് അഭിമുഖീകരിക്കാതെ, ആശയത്തെ ആശയമായി അഭിമുഖീകരിക്കാതിരിക്കുമ്പോൾ കുറുക്ക് വിദ്യകളിലൂടെ, ചപ്പടി വിദ്യകളിലെ ഒറ്റമൂലികളിലൂടെ അതിനടിച്ചൊതുക്കാമെന്ന പരിശ്രമത്തിൽ ഗവേഷണം നടത്തുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് മുതലാണ് തീവ്രവാദമായത്? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ പേരിലാണ് നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും വിളിക്കുന്നതെങ്കിൽ, നീതി എന്ന് പറയുന്ന മൂല്യത്തെ മറ്റാരെക്കാളും ലോകത്ത് ബഹുമാനിച്ച, പരിഗണിച്ച, ആദരിച്ച ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നീതി എവിടെ നിഷേധിക്കപ്പെടുന്നു, അടിച്ചമർത്തപ്പെട്ടവനും മർദ്ദിതനുമായ ജനവിഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്ക് അധികാരം വാഗ്ദാനം ചെയ്ത ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഖിലാഫത്ത് അടിച്ചമർത്തപ്പെട്ടവന് നൽകുന്ന കാലം എന്നത് ഇസ്ലാമിന്റെ ഒരു സ്വപ്നമാണ്. ഇസ്ലാം അത് വിഭാവന ചെയ്യുന്നതാണ്. ആ വിഭാവനയെ അതിന്റെ ക്യാൻവാസിനെ വലുതാക്കി വികസിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് നിവർന്നു നിന്ന് അഭിമുഖീകരിക്കാൻ ശേഷി നേടിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, SI ഉയർത്തുന്ന മുദ്രാവാക്യത്തെ SFI എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? രോഹിത് മമുല എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അഹമ്മദ് നജീബ് എന്ന് പറയുന്നത്, മുദ്ദസ്സിർ ആലം എന്ന് പറയുന്നത്, അഫ്രീൻ ഫാത്തിമ എന്ന് പറയുന്നത്, സഞ്ജീവ് ഭട്ടും ടീച്ച ചറ്റിൽവാദും സിദ്ദീഖാപ്പനും അടക്കമുള്ള ആളുകൾ, അബ്ദുൽ നാസർ മഅദനിയും സഖറിയയും അടക്കമുള്ള ആളുകൾ ഈ മനുഷ്യരുടെ തടവറയിൽ ഹോമിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി ക്യാമ്പസിന്റെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ ആർജവം കാണിച്ചതിന്റെ പേരാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, SIO എന്ന് പറയുന്നത്. ആ SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇതിന്റെ പേരിലാണ് ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക. ജീവന്റെ അവസാനത്തെ ശ്വാസം വരെയും നീതി എന്ന മുദ്രാവാക്യത്തിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ബിൽ ഖിസ്ത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. നീതിക്ക് വേണ്ടിയും മൂല്യത്തിന് വേണ്ടിയും ധാർമ്മിക സദാചാര ബോധ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഏതാക്ഷേപങ്ങളും പരിഹാസങ്ങളെയും വകവെക്കാതെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം കൈപിടിച്ച് കൈമുതലാക്കി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ നടുത്തളത്തിൽ ഇറങ്ങി ധീരത കാണിച്ച, ആർജവം കാണിച്ച, ആത്മാഭിമാന ബോധം വിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറയിൽ ലോകത്ത് പടുത്തുയർത്തിയ ഒരാശയമാണ് SIO എന്ന് പറയുന്നത്. ആ SIO എന്ന് പറയുന്ന ആശയത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്ക് എന്ത് സംഭാവനയാണ് SIO നൽകിയത്? കേരളത്തിലെ ചെറുപ്പത്തിന്, ഇന്ത്യയിലെ ചെറുപ്പത്തിന് എന്ത് സംഭാവനയാണ് SIO നൽകിയത്? SIOവിന്റെ സേവന പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. SIOവിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ധാരാളമുണ്ട്. ലോകത്ത് ക്യാമ്പസുകൾക്ക് ആവശ്യമായ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സാഹോദര്യബോധത്തിന്റെ, സദാചാര ബോധ്യങ്ങളുടെ, ധാർമ്മിക മൂല്യങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസുകൾ കഴിവും നട്ടലും ചങ്കൂറ്റമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SIO എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് സംസാരിക്കണോ? ഈ ആദർശത്തെ നിങ്ങൾക്ക് കൈയൊഴിയാൻ കഴിയില്ല. നിങ്ങൾക്ക് മനുഷ്യന്റെ സഹോദര്യത്തെ കുറിച്ച് സംസാരിക്കണോ? ഈ ആശയത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. മനുഷ്യന്റെ നീതിയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും സമ്പൂർണാർത്ഥത്തിൽ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച, ലോകത്തോട് പ്രബോധനം ചെയ്ത, ലോകത്തെ അനുഷ്ഠിക്കാൻ പരിശീലിപ്പിച്ച ഒരു ആദർശത്തെ പശ്ചാത്തലമാക്കി ക്യാമ്പസുകളിൽ SIO പ്രതിനിധാനം ചെയ്യുന്നത് വർഗീയതയുടെ, വംശീയതയുടെ വിഷവിത്തുകളല്ല, അതിനോടുള്ള യഥാർത്ഥത്തിലുള്ള സംവാദങ്ങളാണ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഘപരിവാറിന്റെ ഒരു ബുദ്ധിജീവി അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ ഒരു പോസ്റ്റായി അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്, ഒരു ട്വീറ്റായി പറയുന്നത്, സിദ്ദീഖാപ്പനും ടീച്ച ചറ്റിൽവാദിനും ജാമ്യം കിട്ടി പുറത്തിറങ്ങി നടക്കാൻ ഭയമാവുന്നുവെന്നതാണ്. നിങ്ങൾ പുറത്തിറങ്ങി നടന്നപ്പോ RSSന്റെ പ്രത്യയശാസ്ത്രവും പുറത്തിറങ്ങി നടന്നപ്പോ അനേകം മനുഷ്യർക്ക് കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അനേകം മനുഷ്യരുടെ ജീവനില്ലാതെയായിട്ടുണ്ട്, അനേകം മനുഷ്യരുടെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അനേകം മാതാക്കൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിൽക്കീസ് ബാനുവടക്കമുള്ള സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊന്നും മാനം നഷ്ടപ്പെട്ടവരല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും അതിനെതിരെയും ഹദ്രാസിലെ പെൺകുട്ടിയുടെ മാനത്തെക്കുറിച്ചും അവരുടെ ജീവനെക്കുറിച്ചും സംസാരിച്ചതിന്റെ പേരിലാണ് സിദ്ദീഖാപ്പൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ
പ്രവർത്തകനെ ജയിലിലടച്ചത് 2 വർഷത്തിലധികം, 2 വർഷത്തോളം ജയിലിലടച്ചത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അതുകൊണ്ട് വിഷലിപ്തമായ വംശീയതയുടെ ഒരു പ്രത്യയശാസ്ത്രത്തെ കൈമുതലാക്കിയവർ എന്നു മുതലാണോ ഈ രാജ്യത്തിന്റെ തെരുവുകളിലും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലും സർവോപരി രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചത്, അന്നു മുതലാണ് വംശീയതയുടെ വിഷലിപ്തമായ അജണ്ടകൾ ഈ രാജ്യത്തിന് ആധിപത്യം സിദ്ധിച്ചത്. അവര് പുറത്തിറങ്ങിയപ്പോഴാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടത്. അവര് പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചവരാണ് സാധാരണ മനുഷ്യരുടെ അവരുടെ തൊഴിലില്ലാതെയായത്. അവര് പുറത്തിറങ്ങി അധികാരത്തിൽ വന്നപ്പോഴാണ് സാധാരണക്കാരന്റെ സാമ്പത്തിക സ്വയം പര്യാപ്തത നഷ്ടപ്പെട്ടു പോയത്. ഈ രാജ്യത്തിന്റെ വികാസവും വികസനവും ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയും രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഇല്ലാതെയായതും യഥാർത്ഥത്തിൽ അവർ പുറത്തിറങ്ങിയപ്പോഴാണ്. എന്നിട്ട് വംശീയതയുടെ വിഷലിപ്തമായ ആദർശത്തെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിലും ഭരണകൂടത്തിലും യഥാർത്ഥത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള ആസൂത്രിതമായ അധികാരത്തിന്റെ പിൻബലത്തിലുള്ള ശ്രമം നടത്തുമ്പോൾ സാഹോദര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ മുദ്രാവാക്യം വിളിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു കിനാവ് ക്യാമ്പസുകൾക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊരു കിനാവ്, ഒരു സ്വപ്നത്തെ ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ചെറുപ്പത്തിനും നൽകുകയാണ്. അത് മനുഷ്യത്വത്തിന്റെ കിനാവാണ്, അതുപോലെ വിമോചനത്തിന്റെ കിനാവാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇച്ഛകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോഴാണ് കുത്തഴിഞ്ഞ ലിബറൽ ജീവിത വ്യവസ്ഥ നിങ്ങളിൽ ആധിപത്യം നേടുന്നത്. എന്റെ ശരീരം, എന്റെ ശരീരത്തിന്റെ അധികാരം എനിക്ക് എന്ന ചിന്താഗതിയാണല്ലോ യഥാർത്ഥത്തിൽ ജനറൽ ന്യൂട്രൽ ആശയങ്ങളും ജനറൽ പൊളിറ്റിക്സും അടക്കമുള്ള ആശയങ്ങളെ തന്റെ ജീവിതത്തിൽ ആധിപത്യം നേടാൻ പര്യാപ്തമാക്കുന്നത്. അവിടെ പറയുന്നു, നീ സൃഷ്ടാവിൻ്റെതാണ്, നിന്റെ അധികാരവും അധികാരമില്ലായ്മയും നിന്റെ ചോയ്സും ചോയ്സില്ലായ്മയും തീരുമാനിക്കാനുള്ള സാക്ഷാൽ അധികാരം ജഗന്നിയന്താവിനാണ് എന്ന ഒരു കാതലായ പ്രമേയം മനുഷ്യന്റെ മുന്നിൽ വെക്കുമ്പോഴാണ് സദാചാരബന്ധിതമായ ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ ആഴമുള്ള ഒരു പ്രത്യയശാസ്ത്ര വാചകവും മുദ്രാവാക്യവും ഇസ്ലാമിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ അടിസ്ഥാനത്തിൽ ക്യാമ്പസുകളിലും ഇവിടുത്തെ ക്യാമ്പസിലെ വിദ്യാർത്ഥി ചെറുപ്പത്തോടും സംവദിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പലതവണ കോർണറൈസ് ചെയ്യാൻ, അദൃശ്യവൽക്കരിക്കാൻ, മാറ്റി നിർത്താൻ, തെരുവുകളിൽ നിന്ന് ഒഴിവായി കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കും ചെറുപ്പത്തിനും വിദ്യാർത്ഥികൾക്കും ഈ ആശയത്തെ മനോഹരമായി സമന്വയിപ്പിച്ചത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നമുക്കറിയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ അരാഷ്ട്രീയതയുടെ ഈറ്റില്ലങ്ങളായ സന്ദർഭത്തിൽ സാമൂഹിക വിഷയങ്ങളിൽ ശബ്ദം നഷ്ടപ്പെട്ട ക്യാമ്പസുകൾക്ക് സാമൂഹികതയുടെ പാഠങ്ങൾ നൽകുകയും രാഷ്ട്രീയതയുടെ ആഴമുള്ള ദർശനങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ ക്യാമ്പസുകൾക്ക് വിനായക് സെൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ, ഇറോം ശർമിളയെക്കുറിച്ച്, അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഅ്ദനിയെക്കുറിച്ച്, അങ്ങനെ തുടങ്ങിയ ധാരാളം ആളുകൾ ബാബരി മസ്ജിദിനെ കുറിച്ച്, അതുപോലെ തന്നെ നീതിയെക്കുറിച്ചും നീതിയുടെ സ്വപ്നത്തെക്കുറിച്ചും കേരളത്തിന്റെ ക്യാമ്പസുകൾ പഠിപ്പിച്ചത് SIO ആണ്. കേരളത്തിലെ സമരങ്ങളെക്കുറിച്ച്, ജനകീയ സമരങ്ങളെക്കുറിച്ച്, ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടങ്ങളെ, നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളെക്കുറിച്ച്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൽച്ചീളുകളെ കൊണ്ട് ലോകത്തെ ഷാർപ്പ് ഷൂട്ടറായ സൈന്യത്തിന്റെ മുന്നിൽ ചെറുത്തുനിൽപ്പ് നടക്കുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ നെടുനായകത്വത്തിലുള്ള ഫലസ്തീനിലെ പിഞ്ചു മക്കളെ കുറിച്ച് കേരളത്തിന്റെ വിദ്യാലയങ്ങളിൽ സംസാരിച്ചത് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പൊ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് നഷ്ടപ്പെട്ട സാമൂഹികതയെ വീണ്ടെടുക്കാൻ കേരളത്തിലെ ക്യാമ്പസുകൾക്കും കേരളത്തിന്റെ ക്യാമ്പസിലെ ഇരിപ്പിടങ്ങൾക്കും രാഷ്ട്രീയത്വത്തിന്റെ ആഴമുള്ള പാഠങ്ങൾ ചൊല്ലിപ്പഠിക്കാൻ പരിശീലിപ്പിച്ചത് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ആ ആശയങ്ങളെയും സാമൂഹികതയെയും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആശയമായി SIO ഉയർത്തിപ്പിടിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്താണ്. ഇസ്ലാം എന്ന് പറയുന്ന നീതിയെക്കുറിച്ച്, വിമോചനത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ പകർന്നു നൽകുകയാണ്. സുറാഖയ്ക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയ കിനാബുകൾ സ്വപ്നമെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലുള്ള സ്വപ്നമാണ്. അതുകൊണ്ട് നീതി പുലരുന്ന ഒരു കാലത്തിന് വേണ്ടി, നീതിയെ സാക്ഷാത്കരിക്കാൻ, വിമോചനം സാക്ഷാത്കരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നത് SIO ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റുഡന്റ് ഇസ്ലാമിക്
ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളത്തിന്റെയും ഇന്ത്യയിലെയും ക്യാമ്പസുകളിൽ നിന്ന് ഭീകരവാദികളും തീവ്രവാദികളും വർഗീയവാദികളും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുണ്ട്. ജനകീയ സമരങ്ങളെ കുറിച്ച് ക്യാമ്പസുകളിൽ സംസാരിച്ചതിന്റെ പേരിൽ മർദ്ദനം ഏറ്റുവാങ്ങിയവരുണ്ട്. അതുപോലെ തന്നെ തടവറയിൽ ഓമിക്കപ്പെട്ട ചെറുപ്പത്തെക്കുറിച്ച് അവരെ നിരുപാധികം വിട്ടയക്കണമെന്ന് ക്യാമ്പസിന്റെ നടുത്തളത്തിൽ ശബ്ദിച്ചതിന് മർദ്ദനം ഏറ്റുവാങ്ങിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഖബ്ബാബ് നീ ധൃതി കാണിക്കുകയാണ്, നിനക്ക് വരാനുള്ള ഒരു ലോകമുണ്ട്. സൻആ മുതൽ ഹദറമൗത്ത് വരെ നിർഭയമായി സഞ്ചരിക്കുന്ന ഒരു ലോകമാണ്. ഈ കിനാബ് വെച്ചുകൊണ്ട് ഒരു ആദർശത്തിന്റെ മനോഹരമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തോട് സംസാരിക്കുവാൻ ശേഷി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ, കേന്ദ്ര സർവകലാശാലകളിൽ എല്ലാ മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ചും മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും ക്യാമ്പസുകൾക്ക് പുതിയൊരു ദിശാബോധം നൽകിയത്, പുതിയ നീതിയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ചത് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. JNUവിൽ തന്റെ മകനെ ആറ്റുനോറ്റ് വളർത്തിയ മകനെ പഠിക്കാൻ പറഞ്ഞയച്ച് ഒടുവിൽ കാണാതായ നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ലിബറൽ ആശയങ്ങളുടെ അട്ടിപ്പേറിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് അരാഷ്ട്രീയതയുടെ ലീറ്റില്ലങ്ങളായി, അരാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ ഇൻവെർട്ട് കോമയിൽ വായിക്കേണ്ടതാണ്, അതിനൊരു രാഷ്ട്രീയമുണ്ട്. ലിബറൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിന്റെ അധികാരത്തെക്കുറിച്ച്, സ്വന്തം ശരീരത്തിന് വകവെച്ചു കൊടുക്കുന്ന അത്യന്തം അപകടകരമായ ഒരു ആദർശമാണ്. ഈ ആദർശത്തെ ആദർശവൽക്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകൾ തകർന്നടിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് മേൽക്കുപ്പായം അണിഞ്ഞ് പുനർജീവിപ്പിക്കാനുള്ള അവസാനത്തെ പരിശ്രമത്തിൽ ഇടതുപെട്ട വിദ്യാർത്ഥി കൂട്ടങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ മുഖാമുഖം നിന്നുകൊണ്ട് ധാർമ്മിക സദാചാര വിപത്തുകളെ കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചും മനുഷ്യൻ എന്ന അസ്തിത്വത്തെ കുറിച്ചും ആഴത്തിൽ വേരൂന്നി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ആദർശമുള്ളത് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അടുത്ത് മാത്രമാണ്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇസ്ലാമിനെ സമ്പൂർണവും സമഗ്രവുമായി ലോകത്ത് പരിചയപ്പെടുത്തിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ്. അത് വിമോചനത്തിന്റെ ഭാഗമായി ലോകത്തെമ്പാടും ആളുകൾ സ്വീകരിച്ച അതിന്റെ തുടർച്ച കേരളത്തിന്റെ ക്യാമ്പസുകൾ നിർവഹിക്കുന്ന പേരാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു കിനാബ് ലോകത്തിന് സമ്മാനിക്കുകയാണ്. ആ കിനാബ് ഖബ്ബാബിന് സമ്മാനിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നൽകി, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും നൽകി. അടിച്ചമർത്തവരും മർദ്ദിതവരുമായ ജനവിഭാഗങ്ങൾ അവരെല്ലാം ഇത് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചത് അങ്ങനെയാണ്. ഭൂമിയുടെ 2/3 ഭാഗത്ത് ചെങ്കോലും കിരീടമേന്തിയപ്പോ മനുഷ്യനായി പരിഗണിച്ച അധികാരത്തിന്റെ ഉന്മത്തയിൽ നിന്നും അധികാരത്തിന്റെ ലഹരിയിൽ നിന്നും മാറി നീതിയെ കുറിച്ച് ആഴത്തിൽ ലോകത്ത് ദർശനങ്ങൾ സമ്മാനിച്ചത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാശയമാണ്. നീതിയുടെ പര്യായമായി ചേർക്കാൻ കഴിയുന്നത് ഈ ആശയത്തെ ഭദ്രമായി ലോകത്ത് സ്ഥാപിക്കുവാൻ പരിശ്രമിച്ച ആളുകൾ ഭരണം നടത്തിയപ്പോഴാണ് അവർ ആട്ടിൻകുട്ടിയുടെ ജീവന് വില കൽപ്പിച്ചത് എത്രമാത്രം ഗൗരവത്തിലാണ് എന്ന ചരിത്രത്തിൽ നമുക്ക് പറഞ്ഞു തന്നതാണ്. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത, തങ്ങളോട് വിയോജിച്ച ആളുകളെ എല്ലാം വെട്ടിയും കുത്തിയും കൊല ചെയ്യുന്ന, അതുപോലെ തന്നെ തങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളെ എല്ലാം യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന, അതുപോലെ തന്നെ തങ്ങളോട് വിയോജിച്ചവരെയും വിയോജിക്കാൻ സാധ്യതയുള്ളവരെയും അവരുടെ തലമുറയിൽ വളർന്നു വരുന്നവരെയും നിർദ്ദയം വെടിവെച്ചു കൊല്ലുന്ന ഈ നഗരിയുടെ പേരുണ്ട് മുദ്ദസ്സിർ ആലം എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു കൗമാരക്കാരനായ കുട്ടിയുടെ പേരാണ് ഈ നഗരിക്കിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് മുദ്ദസ്സിർ ആലം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, കൗമാരക്കാരൻ കൊല ചെയ്യപ്പെട്ടത്? പ്രവാചകനെ നിന്ദിച്ചതിനെതിരെ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം ഈ രാജ്യത്തിന്റെ നടുത്തളത്തിൽ സംഘടിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട വായിച്ചുകൊണ്ടാണ് ഭരണകൂടം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തതെന്നറിയാം. ആ കുട്ടിയുടെ മയ്യത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതന് വേണ്ടി രക്തസാക്ഷിയായ എന്റെ മകന് എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ മാതാവിന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അടിച്ചമർത്തുവാനും മർദ്ദിക്കുവാനും നീതി നിഷേധിക്കപ്പെടാനും ജയിലറകളിൽ തളക്കപ്പെടാനും നീതി നിഷേധിക്കപ്പെടാനുമുള്ള ആസൂത്രണങ്ങളും ഗൂഢാലോചനകളും ഈ രാജ്യത്തിന്റെ നടുത്തളത്തിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനതിജയിക്കാനുള്ള ശേഷി മർദ്ദിതരായ ജനവിഭാഗങ്ങൾ
രാജ്യങ്ങൾക്ക് സംഭാവന ചെയ്തത് ഇസ്ലാം മാത്രമാണ്. ജാതീയതയുടെ ഐക്യത്തിന്റെ ഉച്ചനീചത്വങ്ങളിൽ ഈ രാജ്യം ജീവിച്ചു കൊണ്ടിരുന്നപ്പോ, ഈ രാജ്യം അതിന് കൃത്യമായ നിയമങ്ങളും വിവക്ഷകളും ഉണ്ടാക്കിയപ്പോ, മനുഷ്യൻ എന്ന പദവിയിലേക്ക് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യനെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് ഏതാശയവും ആദർശവുമാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആശയത്തെ എന്ന് ജാതിയുടെ മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ സ്ഥാപനവൽകൃത കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക് ഇടങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിരന്തരം റിജക്ട് ചെയ്യുന്ന സംസ്കാരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭരണം എന്നത് താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് അവരെ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരാനുള്ള ആ സംഭരണം എന്ന് പറയുന്ന ആ നിയമപരമായ ആനുകൂല്യങ്ങൾ അവരെ ചവിട്ടിമതിച്ചുകൊണ്ട് അത്തരം ആളുകൾ ഈ കലാലയങ്ങളിലേക്കും കലാലയത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്കും കയറി വന്നാൽ കലാലയത്തിന്റെ പരിശുദ്ധിയും വിശുദ്ധിയും നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന അഗ്രഹാരങ്ങളായി കേരളത്തിന്റെയും ഇന്ത്യയിലെയും ഉന്നത ക്യാമ്പസുകൾ മാറുമ്പോൾ ആ ക്യാമ്പസുകൾക്ക് മുന്നിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യന്റെ സാഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ ഈ ലോകത്ത് ഉയർത്തിപ്പിടിച്ച ഒരു ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്തരം ക്യാമ്പസുകൾക്കെതിരെ, അത്തരം ക്യാമ്പസുകളുടെ മുന്നിൽ, അത്തരം ക്യാമ്പസിന്റെ അധികാരികൾക്ക് മുന്നിൽ നീതിയുടെ മുദ്രാവാക്യം വിളിക്കാൻ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും നിങ്ങൾ കണ്ടിട്ടില്ല. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൊടിയടയാളങ്ങളും ഇത്തരം സ്ഥാപനവൽകൃത കൊലകൾക്കെതിരെ ഉയർന്നതായി നമ്മൾ കേട്ടിട്ടില്ല. സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത്തരം കൊലപാതകങ്ങളെ, ക്യാമ്പസുകളിൽ നടന്ന അത്തരം സ്ഥാപനവൽകൃത കൊലപാതകങ്ങളെ ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്കും രാജ്യത്തെ മനുഷ്യ സമൂഹത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്. എന്തുകൊണ്ടതിനെ സാധിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നീതി പുലരുന്ന ഒരു കാലത്തെക്കുറിച്ച്, വിമോചനം സ്വപ്നം കാണുന്ന ഒരു കാലത്തെക്കുറിച്ച്. വിമോചനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൗതിക വിമോചനത്തെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും മനുഷ്യന്റെ വിചാരങ്ങളെക്കുറിച്ചും ഇച്ഛകളെക്കുറിച്ചും ഊഹങ്ങളെക്കുറിച്ചും അനുമാനങ്ങളെക്കുറിച്ചുമെല്ലാം തീർപ്പ് കൽപ്പിക്കുന്ന സമ്പൂർണ്ണ വിമോചനം ലോകത്ത് വാഗ്ദാനം ചെയ്ത, മനുഷ്യന്റെ ആത്മാവിനും മനുഷ്യന്റെ ഭൗതികതക്കും ഒരുപോലെ വിമോചനം വാഗ്ദാനം ചെയ്ത ഒരാദർശമാണ്. ആ ആദർശത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുപ്പത്തിന് സന്നിവേശിപ്പിക്കാനുള്ള മൂന്നക്ഷരമാണ് SIO എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥാർത്ഥത്തിൽ ഈ നീതിയുടെ കിനാബ് കണ്ടുകൊണ്ട്, വിമോചനത്തിന്റെ കിനാബ് കണ്ടുകൊണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന ആശയ ഭദ്രതയുള്ള ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ക്യാമ്പസുകളോട് സംവദിക്കാം. ജനറൽ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തോട്, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സർക്കാർ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. നല്ല കാര്യമാണ്, അത്രയും നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ മദ്യവിൽപ്പനയുടെ റെക്കോർഡ് നമ്മുടെ മുന്നിൽ വന്നതാണ്. നിങ്ങൾ മദ്യം യഥേഷ്ടം കുടിച്ചുകൊള്ളൂ, കാരണം അത് ഞങ്ങൾക്ക് ടാക്സ് ലഭിക്കുന്നതാണ്. മറ്റേ യഥാർത്ഥത്തിൽ ടാക്സ് ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് കുടിക്കേണ്ടതില്ല എന്നതാണ്. ലഹരി നിങ്ങൾ പാടെ ഒഴിവാക്കൂ, സമ്പൂർണ്ണമായി വർദ്ധിക്കൂ എന്ന് പറയാൻ അവർക്ക് ത്രാണിയില്ല. ഞങ്ങൾക്ക് ടാക്സ് ഇല്ലാത്തത് ഒഴിവാക്കൂ, ടാക്സ് ഉള്ളത് യഥേഷ്ടം കുടിച്ചുകൊള്ളൂ എന്നാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ അഭിമാനത്തെ, നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ ശരീരത്തെ ക്ഷതപ്പെടുത്തുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി ലഹരിയോട് നോ പറയാനുള്ള ധീരത കേരളത്തിന്റെ കലാലയങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആദർശമാണ്. അതുകൊണ്ട് ആ ധീരമായ നിലപാടിന്റെ കൂടെ നിൽക്കുന്ന ത്രിവർണ്ണ കൊടിയാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മൂവർണ്ണ കൊടി എന്ന് പറയുന്നത്. ആ മൂവർണ്ണ കൊടി ഉയർത്തിപ്പിടിച്ച് പരിഹാസങ്ങളെ വകവെക്കാതെ ക്യാമ്പസുകളിലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരായി തങ്ങളുടെ പുറത്തും ശരീരത്തും മർദ്ദനത്തിന്റെ പാടുകൾ സമ്മാനിച്ച് ഒരു കാലത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുമ്പ് കമ്പി ചൂടാക്കി വെച്ച അടയാളം പ്രവാചക തിരുമേനിക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത്, നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന്. അങ്ങനെ തടിയും മർദ്ദനവും കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഈ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ എന്തിനാണ് ഏറ്റുവാങ്ങിയത്? നീതി പുലരുന്ന ഒരു കാലത്തിന് വേണ്ടിയാണ്. കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലും നിർഭയത്വം സമ്മാനിക്കാൻ വേണ്ടിയാണ്. ബലദൻ ആമിനൻ എന്ന് പറയുന്നതിന്റെ ക്യാമ്പസിന്റെ പതിപ്പായി ഓരോ ക്യാമ്പസും മാറുവാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും പാടുകൾ ഏറ്റുവാങ്ങി വിമോചനത്തിന്റെ മധുര മനോഹരമായ കിനാവുകൾ സമ്മാനിച്ച് ഈ ലോകത്ത് നീതിയെക്കുറിച്ച് സ്വപ്നം കാണുകയും നീതിയെക്കുറിച്ച് സംസാരിക്കുകയും മനുഷ്യന്റെ സമ്പൂർണ്ണ നീതി പുലരുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യ സമൂഹത്തോട് കലർപ്പിൽ
മറുപടിയില്ലാതെ സമ്മതിക്കുകയും ചെയ്തത് SIO എന്നാണ്. അതുകൊണ്ട് ഈ SIO വിശ്വസിക്കുന്ന ആദർശത്തിനും ആശയത്തിനും സമൂഹത്തിലും ക്യാമ്പസുകളിലും മേധാവിത്വം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, അതാരെയും അകറ്റി നിർത്തുന്ന ഒരാശയമല്ല, അതാരെയും തമ്മിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആദർശമല്ല, അതാരെയും ഒഴിവാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ആർക്കും ശബ്ദിക്കാൻ അവസരമില്ലാത്ത ഏകാധിപത്യത്തിന്റെയും ഏകസംഘടനകളുടെയും സ്വർഗങ്ങളോ നരകങ്ങളോ ആയി വാഴുന്ന ക്യാമ്പസുകളായി തീരില്ല. ജനാധിപത്യവും അതുപോലെ മനുഷ്യന്റെ അഭിമാനത്തെയും മനുഷ്യൻ ആദരിക്കുകയും ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തുടർച്ചയാണ്. അത് ലോകത്ത് പുലർന്നു വന്നാൽ, നമുക്ക് ഇന്ത്യ രാജ്യത്ത് പുലർന്നു വന്നാൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അന്ന് സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന മനുഷ്യൻ നിവർന്നു നിന്ന് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാലം വരും. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന സഹോദരി ആർത്തു ചിരിക്കുന്ന ഒരു കാലം വരും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളിൽ നിന്ന് ബാങ്കൊലി ഉയർന്ന ഒരു കാലം ഉണ്ടാവും. അതുപോലെ തന്നെ നിരപരാധികളായ ചെയ്ത തെറ്റെന്തെന്നറിയാതെ തടവറകളിൽ ഹോമിക്കപ്പെട്ട അബ്ദുൽ നാസർ മദനി മുതൽ സക്കരിയ മുതൽ റൌഫ് ഷരീഫ് മുതൽ അതുപോലെ തന്നെയുള്ള അനേകം സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഹാനി ബാബ് അടക്കമുള്ള അനേകം മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെല്ലാം നീതിയുടെ വസന്തത്തിലേക്ക് തിരിച്ചു വന്ന് പാറിക്കളിക്കുന്ന ഒരു കാലം വരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു രാജ്യത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിർഭയത്വത്തോടുകൂടി ഒരാൾക്ക് സഞ്ചരിച്ചു പോകാൻ പറ്റുന്ന ഒരു കാലം വരും. ഒരു സ്ത്രീ പുറത്തിറങ്ങിയാൽ അവരെ പീഡിപ്പിക്കുന്ന ഓരോ 6 മണിക്കൂറിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാകുന്ന ഈ രാജ്യത്ത് നിർഭയത്വത്തോടുകൂടി ഏത് സ്ത്രീക്കും നടന്നു പോകാനുള്ള ഒരവസ്ഥയും ഒരു സഞ്ചാരപഥവും ഉണ്ടാകും. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞിന് പോലും അവരുടെ ആവശ്യങ്ങളും പരിഗണനയും ആദരവും ലഭിക്കും. ഒരാട്ടിൻകുട്ടിയുടെ ജീവന് പോലും പവിത്രതയും നീതിബോധവും ഉണ്ടാവുന്ന ഒരു കാലം വരും. അങ്ങനത്തെ ഒരു കാലത്തെ കുറിച്ചാണ് ക്യാമ്പസുകളോടും ഈ രാജ്യത്തെ ചെറുപ്പത്തോടും ഈ രാജ്യത്തെ മനുഷ്യരോടും മനുഷ്യവംശത്തോടും ആവർത്തിച്ച് സംസാരിക്കുന്നതിന്റെ പേരാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾ അതിലേക്ക് അണിചേർത്തുക. നിങ്ങൾക്ക് എന്ത് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാവണോ, നിങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാകണോ, നിങ്ങളുടെ മക്കളുടെ സദാചാര ബോധത്തെ കുറിച്ച് വ്യക്തത അവർക്ക് ലഭിക്കണോ, ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കണോ, ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. നിങ്ങളുടെ മകൻ രാത്രി വീട്ടിൽ വരുമ്പോ കലങ്ങാത്ത കണ്ണുമായി ഉറക്കാത്ത പാദങ്ങളുമായി, കലങ്ങുന്ന കണ്ണും ഉറക്കാത്ത പാദങ്ങളുമായി ചുവട് പിഴച്ച് നിങ്ങളുടെ വാതിൽ മുട്ടുമ്പോൾ നിങ്ങളുടെ നെഞ്ചു തകരുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിദ്യാർത്ഥി കൂട്ടത്തിലേക്കാണോ നിങ്ങൾ ആളുകളെ പറഞ്ഞയക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങളുടെ മകൻ രാത്രി വരുമ്പോ ഉറക്കുന്ന കാലുകളുമായി കലങ്ങാത്ത കണ്ണുകളുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ വാതിൽ മുട്ടണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മകന് നിങ്ങൾ തെരഞ്ഞെടുത്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ്, ഒരു സംരക്ഷണമാണ്, ഒരു ഭദ്രതയുള്ള ആശയെടുപ്പാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂവണ്ണക്കൊടിയെ നിങ്ങളുടെ ചെറുപ്പത്തിന്റെ കൂടെ കെട്ടുവാൻ, ആ ആശയത്തെയും ആദർശത്തെയും ആത്മാഭിമാനത്തോടുകൂടി കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസുകളിൽ യഥാർത്ഥത്തിൽ അതിനെ പ്രതിനിധീകരിക്കുവാനുള്ള ധീരതയുള്ളവരായി നമ്മുടെ ചെറുപ്പത്തെ മാറ്റി തീർക്കുവാൻ സർവോപരി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് എന്തു ചെയ്തുവെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണുള്ളത്. ആത്മാഭിമാനത്തോടുകൂടി സകല പ്രത്യയശാസ്ത്രങ്ങളോടും നോ പറഞ്ഞ് സകല ആദർശങ്ങളെയും വരട്ടുവാദങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ പോലും ജഗന്നിയന്താവായ റബ്ബിന് വിധേയപ്പെടുത്തി മുട്ടി നിവർത്തി അള്ളാഹുവിനോടും ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ വിധേയത്വം റബ്ബിന്റെ മുന്നിൽ ആഞ്ഞാഞ്ഞു പ്രഖ്യാപിക്കുകയും അനീതിക്കെതിരെ തങ്ങളുടെ മുട്ടി കോംപ്രമൈസ് ഇല്ലാതെ തെരുവുകളിലും ഭരണകൂട സ്ഥിരാകേന്ദ്രങ്ങളിലും ക്യാമ്പസിന്റെ അധികാരവർഗങ്ങളോടും നിരന്തരം ഉയർത്തുകയും കലഹിക്കുകയും ചെയ്യുന്ന സമന്വയമായ അതുപോലെ സന്തുലിതമായ ഒരു ജീവിത വീക്ഷണത്തെ കുറിച്ച് ഒരു ഭാഗത്ത് നീതിബോധത്തോട് കലർപ്പില്ലാതെ അതുപോലെ തന്നെ കോംപ്രമൈസ് ഇല്ലാതെ പോരാടുന്ന വിക്ഷുബ്ധമായ ഒരു ചെറുപ്പമാകാൻ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മുന്നിൽ വിധേയപ്പെട്ട് കണ്ണീരൊഴുക്കി അവന്റെ മുന്നിൽ തലകുനിച്ച് ജീവിക്കുന്ന വിധേയത്വത്തിന്റെ എല്ലാ അടയാളങ്ങളും ജഗന്യന്താവിന്റെ മുന്നിൽ പണയം വെച്ച ഒരു ചെറുപ്പത്തെ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ക്യാമ്പസുകൾക്ക്, ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് SIO എന്ന് പറയുന്ന ഈ ആശയത്തെ നിങ്ങൾ സ്വീകരിക്കുക, ഈ ആശയത്തെ നിങ്ങൾ നെഞ്ചേറ്റുക. നിങ്ങളുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് തലകുനിക്കാതെ ഒരു ഉയർത്തിയ നിലപാടും ഒരിക്കലും
മാറ്റിപ്പറയേണ്ടി വന്നിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഉയർത്ത കൊടി ഒരിക്കലും ആദർശമില്ലായ്മയുടെ പേരിൽ താഴ്ത്തിക്കെട്ടേണ്ടതില്ലാത്ത, അതുപോലെ തന്നെ ഇതിൽ അണിചേർന്നതിന്റെ പേരിൽ ഞാനൊരു SIO കാരനായി പോയല്ലോ എന്നതിന്റെ പേരിൽ ഒരു പ്രവർത്തകനും തലകുനിക്കേണ്ടി വരാതില്ലാത്ത, ആത്മാഭിമാനത്തിന്റെ 4 പതിറ്റാണ്ടിന് അക്ഷരം തെറ്റാതെ വിളിക്കുന്ന പേരാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.